ഹലോ ഗൈസ്. ഞങ്ങളൊരു അടിപൊളി ട്രിപ്പിന് റെഡി ആയിട്ട് ഇങ്ങനെ ഊബർ വെയിറ്റ് ചെയ്തിരിക്കുക എയർപോർട്ടിലോട്ട്. ഈ വർഷത്തെ രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? നമ്മൾ പോകുന്നത് മൊറോക്കോ, വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഫോർ ട്രാവൽ വൈസ്. പിന്നെ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. ഒരു ആഫ്രിക്കൻ കൺട്രി, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പിന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുള്ള സഹാറ ഡെസേർട്ട് ഇല്ലേ, ആ സഹാറ ഡെസേർട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പാക്കേജിൽ പോകുന്നത് ഡ്രീംസ് നേഷൻ ട്രാവൽ ലിമിറ്റഡിൻ്റെ കൂടാണ്. അത് യു കെയിൽ തന്നെ വൺ ഓഫ് ദ ലെസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് ആൾക്കാരെ ഇൻ്റർനാഷണൽ കൺട്രീസിലേക്ക് വിസിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പം അവരുടെ 499 പെർ ഹെഡ് ഉള്ള പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 6 days 6 nights ആണ്. ഈ ജസ്റ്റ് നമ്മൾ മറാക്കേഷ് മാത്രം അല്ലെങ്കിൽ ഡെസേർട്ട് പോയിട്ട് വരുമല്ല, നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട് മൊറോക്കോ. സോ അപ്പം മൊറോക്കോ ചെന്നിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സ്റ്റേ, ബ്രേക്ക്ഫാസ്റ്റ്, ഓൾ ദ ട്രാവൽ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ എല്ലാം ടിക്കറ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ പാക്കേജ്. അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇവരുടെ ലിങ്ക് നമ്മൾ ടാഗ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എയർപോർട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം. ഞങ്ങൾ ലണ്ടൻ വിക്ടോറിയയിൽ നിന്ന് കോച്ചിനാണ് നമ്മൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പം നമുക്കിവിടെ നമ്മുടെ ബ്രിസ്റ്റോളല്ല 2 ഫ്രണ്ട്സിനെ, നിങ്ങൾക്ക് അറിയാവുന്ന 2 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ നമ്മൾ ഒന്നിച്ചാണ് ട്രിപ്പ് പോകുന്നത്. അപ്പം നമുക്ക് പോയപ്പോഴും നമ്മൾ ഒന്നിച്ചായിരുന്നു. അങ്ങനെ പിരിയാൻ പറ്റാത്ത ബന്ധമായിപ്പോയി. നമ്മളിവിടെ നിന്ന് പോകുന്നത്, ഇവിടുന്ന് കറക്റ്റ് 2 മണിക്കൂറുണ്ട്. നമുക്ക് 2:30ക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഫ്ലൈറ്റ് എത്ര മണിക്കാണ്? 5 മണിക്ക് 5:20. അപ്പം ലണ്ടനിൽ ഇപ്പം തണുപ്പൊക്കെ ആയി വരുന്ന ടൈമാണ്. അപ്പം ആ ടൈമിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ തണുപ്പ് പീക്കിൽ നിൽക്കുന്ന ഡിസംബർ ജാനുവരി ടൈമല്ലേ, ആ ടൈമിലൊക്കെയാണ് മൊറോക്കോ ഒക്കെ പോവുകയാണ്. നമുക്ക് യു കെയിലെ തണുപ്പിൽ നിന്നൊരു ക്ഷാമം കിട്ടും. അതെ, നമ്മൾ അങ്ങനെ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ വരുന്നത്, പക്ഷേ സ്റ്റിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിതാ ഈ സാധനം വാങ്ങാനായിട്ട് മറന്നുപോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് മേടിച്ചത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ എയർപോർട്ടിൽ വന്നിട്ട് മേടിക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് 6.95, അതായത് 7 pounds ആണ്. സോ മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഏതൊരു ലോക്കൽ ഷോപ്സിൽ നേരത്തെ മേടിച്ച് വെച്ചോണം. നമ്മുടെ ഈ പ്ലഗ് കൺവേർട്ടർ, UK to Euro കൺവേർട്ടർ, അത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഈ സ്റ്റാൻസ്റ്റഡിൽ വരുന്നത്. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. 2:20 ക്യൂവിൽ നിന്നിട്ട് ഇപ്പോൾ സമയം എന്തായി? അല്ല, 2 മണിക്ക് ക്യൂവിൽ നിന്നിട്ട് ഇപ്പോൾ 2.5 മണിക്കൂർ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഓരോ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ എസ്കലേറ്റർ 2 കിലോമീറ്റർ നമ്മൾ ഗേറ്റ് എത്തി. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പം ബാക്കിയുള്ള ലൂട്ടനാണേലും ഇത് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ ഒക്കെ നമുക്ക് നന്നായിട്ട് തോന്നി. ലൂട്ടനാണേലും ഹീത്രോ ആണേലും. പക്ഷേ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇനി നമ്മൾ റയാനെയർസിലാണ് പോകുന്നത്. നമ്മൾ പ്രയോറിറ്റി ബോർഡിംഗ് ആണ്. കാരണം നമ്മളൊരു എക്സ്ട്രാ ഹാൻഡ് ലഗേജ് കൂടെ ഒരു ക്യാബിൻ ട്രോളിയും അതെടുത്തുകൊണ്ട് ആ ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്. അതിപ്പോൾ അവർ നല്ല ക്യൂ ആണ് ഇവിടെ എന്തായാലും. പിന്നെ പ്രയോറിറ്റി എടുക്കുമ്പം നമുക്ക് നോർമലി ഒരു 10 kg ഹാൻഡ് ലഗേജ് മാത്രമേ ഉള്ളൂ റയാനെയേഴ്സിൽ. ബട്ട് പ്രയോറിറ്റി എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 10 kg ക്യാബിൻ ട്രോളിയും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ അതുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ആ ക്യൂവിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡൊന്നും അങ്ങനെ ഉണ്ടാവില്ല. സോ ഞങ്ങളിവിടെ WSMT കയറി ഒരു സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് കയറുന്നത്. ഇൻ കേസ് ഫുഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിസെയറിൽ പോയപ്പോൾ നമുക്ക് അവർ ഫുഡൊന്നും തന്നില്ല. സോ ഒരു സേഫ്റ്റി വിശക്കണ്ടല്ലോ എന്ന് ഓർത്ത് 2-2.5 മണിക്കൂറുണ്ട് ട്രാവൽ എന്തായാലും. അപ്പം നമ്മൾ ഫുഡൊക്കെ ആയിട്ടാണ് കയറുന്നത്. ബാക്കി നമുക്കെന്നാൽ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ കുറേ മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഈ കിടക്കുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ എന്തായാലും മഴ കുറേ. എനിക്കൊന്ന് മഴയായതുകൊണ്ടാണ് അവർ ഗേറ്റ് തുറക്കാൻ താമസിച്ചത്. ഇതോടുകൂടി ക്യൂ കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ എന്നിട്ട് ഫ്ലൈറ്റിൻ്റെ വാതിക്കെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്. തണുപ്പത്തും മഴയത്തും കൊണ്ട് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ക്യൂ നിർത്തിയേക്കാം.
അങ്ങനെ ഫ്ലൈറ്റിൽ എനിക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു KSRTC ബസ്സിൽ കയറിയ പോലെ. അതെ, നമ്മുടെ നാട്ടിൽ ബസ്സിൽ കയറിയൊരു പക്ഷേ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റിംഗ്. എനിക്കൊന്ന് ഓൺ ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായിരിക്കും. പക്ഷേ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ. ഒരു മഞ്ഞ നീല ഇവരുടെ കളറ് അത് ഇവർ മാക്സിമം എല്ലായിടത്തും കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മൾ 2.25 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ മൊറോക്കോയിലെത്തി. മറാക്കേഷ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഭാര്യ വരുന്നുണ്ട്, എടുത്തോണ്ടിരിക്കുക. നമ്മളങ്ങനെ മൊറോക്കോയിൽ നമ്മുടെ ഫസ്റ്റ് ഹോട്ടലിൽ വന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ പേപ്പറൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഇതേ കുത്തിയിരുന്ന് ഫില്ല് ചെയ്യുന്ന മറ്റേ പരീക്ഷ. ആക്ച്വലി നമ്മുടെ പാസ്പോർട്ട് കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. നമ്മുടെ പാസ്പോർട്ടിലെ ഡീറ്റെയിൽസൊക്കെ തന്നെയാണ്. എല്ലാ ഹോട്ടലിലും എങ്ങനെയാണോന്ന് അറിയത്തില്ല. ഇന്നിവിടെ ഹോട്ടലിൽ നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടാണ് നമുക്ക് ഫസ്റ്റ് ദിവസത്തെ ഡിന്നർ പോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് വന്ന റൂം. നമ്മുടെ നമ്മളപ്പം ഹോട്ടലിൽ പോയി ജസ്റ്റ് ലഗേജ് ഒന്ന് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. നമ്മളിവിടെ ഒരു മൊറോക്കോ റെസ്റ്റോറൻറ്റിലാണ്, മൊറോക്കോ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്. അവർ നമ്മളോട് ചോദിച്ചാൽ ഇന്ത്യൻ ഫുഡ് വേണോ അതോ KFC വേണോ പിസ്സ വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രഡീഷണൽ ഫുഡ് സെലക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ട്രഡീഷണൽ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. നമുക്ക് അവരുടെ മെനു തന്നിട്ടുണ്ട്. കുറേ ഐറ്റംസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നൊന്നും അറിയത്തില്ല. അവരെന്തോ ഒരു ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ഒരു ഐറ്റം പറഞ്ഞായിരുന്നു, അത് നല്ല ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഫോട്ടോ നോക്കി എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഇതാ തജി ഡെസേർട്ട്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും. ഞാൻ ഓർഡർ ചെയ്ത് ചിക്കൻ തജി. എന്താണ്? മസാല ഒന്നുമില്ല, ചിക്കൻ ജസ്റ്റ് ഫ്ലേവറൊന്നും ഇല്ലാതെ ബോയിൽ ചെയ്തു. പിന്നെ ആ ലെമൺ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് കുഴപ്പമില്ല, കഴിക്കാം. നല്ല വിലയല്ലേ. നമ്മൾ മൊറോക്കയിൽ നിന്ന് ഫസ്റ്റ് ദിവസത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടവളെ എടുക്കണ്ട, ഞാൻ നമ്മളെ വിട്ട് പോകത്തില്ല. ഇത് വട്ടന്മാരെ തലാണ്. അതെ, അവരുടെ ട്രഡീഷണൽ വീഡിയോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പാട്ടൊക്കെ പാടി എന്തോ ദഫ് പോലത്തെ ഒരു സാധനമൊക്കെ കൊട്ടുന്നുണ്ടായിരുന്നു അവർ. ഇതാണിപ്പം കറൻ്റ്ലി നമ്മൾ വന്ന റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചു. ബോർഡൊക്കെ കൂടുതൽ ഇംഗ്ലീഷിലും അറബിക്കിലും ആട്ടോ. ഞാനപ്പം സിം എടുക്കാൻ കയറിയപ്പോൾ ഞാൻ അവിടുത്തെ ആ സിമ്മിൻ്റെ കൗണ്ടറിൽ നിന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൂടുതൽ അറബിക്കാണ് അവർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അറബിക്കാണ് അവർ കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു.
പിന്നെ ബോർഡൊക്കെ ആണെങ്കിലും മറ്റേ അറബിക്കാണ് കൂടുതൽ എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് ഇംഗ്ലീഷും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് തോന്നിയതെന്നറിയാം, നമ്മുടെ ഗൈഡിന് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് അത് ഞങ്ങൾ ടെൻഷൻ അടിച്ചായിരുന്നു ഇംഗ്ലീഷ് അറിയത്തില്ലേ. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പിന് അൽബേനിയ പോയപ്പോൾ ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്ത് അവർക്കൊന്നും ഇംഗ്ലീഷ് ശരിക്കും അറിയില്ലായിരുന്നു. നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കാൻ. പക്ഷേ ഇവിടെ ആ പ്രശ്നം ഗൈഡ് നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്കും കറക്റ്റ് വന്നിട്ട് സൗദി പോലൊക്കെ തോന്നിയത്. നമുക്ക് തിരിച്ച് സൗദി മിസ് ചെയ്ത് വന്നപ്പം, കാരണം UK-യും സൗദിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും സൗദി മിസ് ചെയ്ത് എന്തായാലും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ അല്ല, ആക്ച്വലി ഇത് 0 ഡേ ആണ്. മീൻ ട്രാവലിങ് നാളെ തൊട്ടാണ് ഫസ്റ്റ് ഡേ തുടങ്ങുന്നത്. രാവിലെ 8 മണിക്കാണ്. നമുക്ക് 7 to 10 ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മളൊരു 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 8 മണിയാകുമ്പോൾ ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി നമുക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നാളെ മുതൽ നമ്മുടെ മൊറോക്കോയുടെ ഓരോ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ കൂടെ ഒരു 5 days ഞങ്ങളിങ്ങനെ മൊറോക്കോ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഞങ്ങളുടെ പോരായ്മകളെന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പം ബൈ.